ചെറിയ വേഷമാണെങ്കിൽ കൂടി അത് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ അസാമാന്യമായ കഴിവ് തന്നെ വേണം. അഭിനയിക്കുന്നത് ചെറിയ ഒരു സീനായിരിക്കും, പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രതിഭകൾക്ക് മാത്രമേ കഴിയൂ. അഭിനയ പ്രതിഭകൾക്ക്. അത്തരമൊരു പ്രതിഭയായിരുന്നു നടി ശ്യാമ. 1990കളിൽ മലയാള സിനിമയിൽ അവർ സജീവമായിരുന്നു. 1996ൽ ഭർതൃഗൃഹത്തിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അവർ മരണമടഞ്ഞു. ആ മരണം ഒരുപാട് ദുരൂഹതയായി ഇപ്പോഴും അവശേഷിക്കുന്നു. ജയറാമിന്റെ ഭാര്യ പാർവതി ജയറാമിന്റെ അടുത്ത ബന്ധുവാണ് ശ്യാമ. ബാലനടിയായാണ് അവർ സിനിമയിൽ വരുന്നത്. 1981ൽ റിലീസ് ചെയ്ത സഞ്ചാരിയാണ് അവരുടെ ആദ്യ ചിത്രം. പിന്നീട് അവരങ്ങോട്ട് അഭിനയത്തിന്റെ മേഖലകളിൽ സജീവമാവുകയായിരുന്നു. 1988ൽ പുറത്തിറങ്ങിയ കുടുംബപുരാണം അവരുടെ ശ്രദ്ധേയമായ ചിത്രമായി മാറി. പാദമുദ്ര എന്ന മോഹൻലാൽ ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചു അവർ. മൂന്നാം മുറയാണ് അവരുടെ മറ്റൊരു ചിത്രം. പൊന്മുട്ടഴി എന്ന താറാവ് മറ്റൊരു ചിത്രം. ഊഹക്കച്ചവടം, ഇസബല്ല, നമ്പർ 20, മദ്രാസ് മെയിൽ, അർഹത, ഉത്സവമേളം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൊക്കെ സഹനടിയായും അനുജത്തി വേഷങ്ങളിലും ഒക്കെ അവർ ഉണ്ടായിരുന്നു. കിലുക്കം എന്ന സിനിമയിൽ കുറച്ച് സീനിൽ മാത്രമേ അവർ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. തിലകന്റെ മകളുടെ വേഷമായിരുന്നു അതിൽ. മകളുടെ അംഗവൈകല്യം സംഭവിച്ച യുവതിയുടെ വേഷം അതവർ മനോഹരമാക്കി. അവരഭിനയിച്ച ഓരോ ചിത്രങ്ങളും അവർ അതിമനോഹരമാക്കി മാറ്റാറുണ്ട്. അവരുടെ ഏറ്റവും നല്ല വേഷം ഉത്സവമേളത്തിലെ യുവതിയുടെ വേഷമായിരുന്നു. നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രവുമായി രഹസ്യബന്ധം പുലർത്തുന്ന യുവതിയുടെ വേഷം. അതിന്റെ തിരക്കഥാകൃത്ത് എസ് വാസുരേന്ദ്രനാണ്. അത് സംവിധാനം ചെയ്തത് സുരേഷ് ഉണ്ണിത്താനാണ്. വലിയ ഹിറ്റായിരുന്നു ഉത്സവമേളം. സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ആ ചിത്രം സുരേഷ് ഗോപിക്ക് ബ്രേക്ക് നൽകിയ ചിത്രം കൂടിയാണ്. സുരേഷ് ഗോപി അതിലൊരു കാന്തികനായിട്ടാണ് അഭിനയിക്കുന്നത്. കാന്തികനായി അഭിനയിക്കുന്ന സുരേഷ് ഗോപി രണ്ട് തറവാടുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടുന്നതും ആ തറവാടുകൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായ തിരുമേനി, നരേന്ദ്രപ്രസാദ് അവതരിപ്പിക്കുന്ന തിരുമേനി എന്ന കഥാപാത്രവുമായി ഏറ്റുമുട്ടുന്നതും ഒക്കെയാണ് ഉത്സവമേളത്തിന്റെ പ്രത്യേകത. ഈ തറവാടുകൾ, രണ്ട് കരക്കാർ തമ്മിലുള്ള സംഘർഷം ആദ്യമായി സിനിമയിൽ എത്തിയത് ഉത്സവമേളത്തിലൂടെയായിരുന്നു. പിന്നീട് നമ്മളത് ആറാൻ തമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ കണ്ടു. അതിൽ തുടക്കം ഉത്സവമേളമായിരുന്നു. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ് ശ്യാമ ചെയ്തത്. ശ്യാമ എങ്ങനെ മരിച്ചു എന്നുള്ളത് വലിയ ദുരൂഹതയാണ്. ശ്യാമയുടെ ഭർത്താവ് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ഭർത്തൃഗൃഹത്തിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ശ്യാമ മരിച്ചതിൽ ശ്യാമയുടെ കുടുംബം അന്ന് ഒരുപാട് ആരോപണങ്ങൾ ഭർത്താവിന് നേരെ ഉയർത്തിയിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണം ഒരിടത്തും എത്തിയില്ല. അങ്ങനെ ശ്യാമ വിട പറഞ്ഞു. ശ്യാമ എന്ന നടിയെ അറിയണമെങ്കിൽ പാദമുദ്ര, മൂന്നാം മുറ, പൊന്മുട്ടയിടുന്ന താറാവ്, നമ്പർ 20, മദ്രാസ് മെയിൽ, ഉത്സവമേളം തുടങ്ങിയ ചിത്രങ്ങൾ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോഴത്തെ തലമുറ.